അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേൾക്കണം എന്ന നിലപാടിൽ കോടതി തീരുമാനമെടുത്തിരിക്കുന്നു. മാധു, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദം കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് അടച്ചിട്ട കോടതിയിലായിരിക്കും. അത് അല്പസമയത്തിനകം വാദം കേൾക്കും എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ കേസ് പരിഗണിച്ച് ഈ അടച്ചിട്ട മുറിയിൽ വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലാണ് ആദ്യം കോടതി ആർഗ്യുമെന്റ് കേട്ടത്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ അടച്ചിട്ട കോടതിയിൽ വാദം നടക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിച്ചത്. പ്രോസിക്യൂഷൻ അതിനെ എതിർത്തില്ല. തുടർന്ന് കോടതി അടച്ചിട്ട മുറിയിൽ കേൾക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിന്റെ പോലീസ് റിപ്പോർട്ട് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് കോടതി അറിഞ്ഞു. പോലീസ് റിപ്പോർട്ട് കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ഗൗരവമായ തെളിവുകൾ, ശക്തമായ തെളിവുകൾ ഇപ്പോൾ ഉയർന്നു വന്ന പെൺകുട്ടിയുടെ പരാതിയിലുണ്ട് എന്നുള്ളതാണ് പോലീസ് റിപ്പോർട്ടിലെ. അടച്ചിട്ട കോടതിയിൽ വാദം കേൾക്കണമെന്ന കാര്യത്തെ പ്രോസിക്യൂഷൻ എതിർത്തിട്ടുമില്ല അല്ലേ? തീർച്ചയായിട്ടും. അതായത് പ്രോസിക്യൂഷൻ എതിർത്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദത്തെ പ്രോസിക്യൂഷൻ എതിർത്തില്ല. അടച്ചിട്ട മുറിയിൽ വേണം എന്നുള്ള ഒരു അപേക്ഷ ഇന്നലെ പ്രോസിക്യൂഷൻ നൽകിയിരുന്നു. ഒരുപക്ഷെ ആ നിലപാട് മാറ്റാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഏതായാലും അടച്ചിട്ട മുറിയിൽ തന്നെ വാദം കേൾക്കാം എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ കോടതി എടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം കേസ് വീണ്ടും പരിഗണിക്കും. അപ്പോൾ അടച്ചിട്ട മുറിയിൽ എല്ലാവരെയും ഒഴിവാക്കി ക്ലോസ്ഡ് റൂമിൽ, അത് ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആയിട്ട് തന്നെ ആയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള വാദം കേൾക്കുക. അതിനു മുൻപ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് ഇപ്പോൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുണ്ട്. ആ പോലീസ് റിപ്പോർട്ട് പരിഗണിച്ചാൽ മാത്രമേ വാദം കേൾക്കാൻ സാധാരണഗതിയിൽ ആ നടപടിയിലേക്ക് പോകും. അതല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെങ്കിൽ കേസ് പരിഗണിക്കുന്ന മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ പോലീസ് റിപ്പോർട്ട് പ്രോസിക്യൂഷൻ ഇപ്പോൾ ഹാജരാക്കിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇന്ന് തന്നെ കോടതിയിൽ വാദം കേൾക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇനി മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. എല്ലാം നടപടികളും പൂർത്തിയായി. ഇനി അടച്ചിട്ട കോടതി മുറിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള വാദം കേൾക്കുക മാത്രമെന്നുള്ള നടപടിയാണ്. അത് അല്പസമയത്തിനകം കോടതി പരിഗണിക്കും. തൽക്കാലം കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ശരി ശരി. ആർ അനന്തകൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. അതായത് തിരുവനന്തപുരം സെഷൻസ് കോടതി ഈ കേസ് പരിഗണിച്ചു തുടങ്ങിയിരിക്കുന്നു. ആദ്യം പരിഗണിച്ചത് അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേൾക്കണമെന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആവശ്യമാണ്. അതിനോട് പ്രോസിക്യൂഷൻ ഇന്നലെ തന്നെ അനുകൂലമായ നിലപാടാണ് എടുത്തത്. കാരണം അത് ആ പരാതി നൽകിയ പെൺകുട്ടിയുടെ സ്വകാര്യതയെ കൂടി ബാധിക്കുന്ന വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാദമാണ്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ അതിജീവിതമാർ, പരാതിക്കാർ ഒക്കെയാണ് ഇങ്ങനെയൊരു നിലപാടെടുക്കുക. രാഹുലിന് സ്വന്തം പ്രൈവസിയുമായി ബന്ധപ്പെട്ട് കൺസേൺ ഉണ്ട്. അതുകൊണ്ട് രാഹുലും അങ്ങനെ ഒരു നിലപാടെടുക്കുകയാണ്. പ്രോസിക്യൂഷൻ അതിനെ എതിർത്തില്ല. സ്വാഭാവികമായും കോടതി അങ്ങനെ ഒരു നിലപാട് എടുത്തിരിക്കുന്നു. ഇന്ന് തന്നെ റിപ്പോർട്ട് കൂടി കോടതിയുടെ പരിഗണനയിലേക്ക് എത്തിയാൽ ഇന്ന് തന്നെ ജാമ്യ ഹർജിയിൽ തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് വിചാരിക്കാൻ കഴിയുന്നത്.